ഇസ്രായേലിലെ റാമത്ത് ഡേവിഡ് വ്യോമത്താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം. ബാലിസ്റ്റിക് മിസൈൽ ആക്രമിച്ചതിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിലിലെ വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. അതിനിടെ സമാധാന കരാർ യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമേ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു കനത്ത ആക്രമണം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തുകയാണ്. ഈ ചർച്ചകളാകെ വഴിമുട്ടി നിൽക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിലടക്കം ഇറാനോട് നിബന്ധനകൾ വെച്ചതാണ് അമേരിക്ക. അപ്പോഴാണ് ബാലിസ്റ്റിക് മിസൈൽ തന്നെ ഇസ്രായേലിലേക്ക് പ്രയോഗിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. അത് മാത്രമല്ല, ഈ ഇറാന്റെ ആസ്തികളുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള തർക്കങ്ങളും അത് മൂർച്ഛിക്കുകയാണ്. യുദ്ധക്കെടുതികളുടെയൊക്കെ പേരിൽ ഇറാന്റെ ആസ്തികളൊക്കെ പിടിച്ചെടുത്ത് സഖ്യകക്ഷികൾക്ക് വിതരണം ചെയ്യുവാനായിട്ട് ഇന്നലെ സ്കോട്ട് ബസന്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഇപ്പം വളരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് കൂടാതാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടന്ന വ്യോമാക്രമണവും കഴിഞ്ഞ രാത്രി നടന്നത്. ഇറാൻ പറയുന്നത് ഇറാന്റെ ഔദ്യോഗിക ആസ്തികൾ അമേരിക്കയുടെ യുദ്ധം മുതലല്ല, അവരുടെ സഖ്യകക്ഷികൾക്കൊക്കെ വിതരണം ചെയ്യുവാൻ ഇത് അമേരിക്കയുടെ ഫണ്ട് അല്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ അതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ വലിയ ലംഘനമാണ്. അമേരിക്ക ഇതിന് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു അഭിമുഖം നടത്തിയായിരുന്നു. ഇറാനുമായി അന്തിമ കരാറിൽ എത്തുന്നതിന് മുമ്പ് ഉപരോധം ഒന്നും പിൻവലിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ മുൻകൂറായി വിട്ടു നൽകില്ലെന്നുള്ള ഒരു കർശന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. NBC ന്യൂസിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മീറ്റ് ദി പ്രസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഈ നിലപാടുകൾ എടുത്തത്. അതുമാത്രമല്ല, ഇറാൻ മര്യാദയ്ക്ക് പെരുമാറുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ട്രംപിന്റെ കടുത്ത നിലപാടിന് ഒരുപക്ഷെ ഇന്നലെ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ഈ മിസൈൽ ആക്രമണം ഒരു കാരണമായിരിക്കാം. ഇത് കഴിഞ്ഞ ഏപ്രിൽ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ലക്ഷ്യമിടുന്നത് ഇതാദ്യമായിട്ടാണ്. ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് ഏതാണ്ട് 4 പ്രാവശ്യമായിട്ട് ഇസ്രായേൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ വിക്ഷേപണം നടത്തിയത്. അവിടെ ഈ റഫ ഇടനാഴിയും അതുപോലെ കരീം അബു സലീം ഇടനാഴിയും ഒക്കെ അടച്ചിരിക്കുകയാണ്. ഇറാന്റെ ഒരു അപ്രതീക്ഷിത പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വളരെ വലിയ തോതിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ചില ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിന്റെ ഒരു പ്രതികാര നടപടിയായിരുന്നു ഇറാന്റെ ഇന്നലെ രാത്രിയിലത്തെ ആക്രമണം. ഗോകുൽ, പ്രവിത. ശരി, അതാണ് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രതികരണം ഇനി എങ്ങനെയാകും? അത് കൂടുതൽ കടുത്ത നടപടികളിലേക്കൊക്കെ ഇസ്രായേൽ കടക്കുമോ എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തുണ്ടായി. ഫലത്തിൽ സമാധാന കരാർ എന്നത് വീണ്ടും അകലെയാവുന്നു. സമാധാനം ഉണ്ടാകുന്നില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.